രാവിലെ ഒരു പണി കെട്ടിട്ടിരിക്കുക കേട്ടോ. അതാണ്ട് എല്ലാത്തിനെയും കൂടെ കാറിനകത്ത് കയറ്റിയിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോവാം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 3 പേരെയും അതുപോലെ ഞാൻ അഴിച്ചു വിട്ടു കേട്ടോ. അപ്പം സാധാരണ മതിലുണ്ടായതുകൊണ്ട് ഇവർ പുറത്തോട്ടും പോകത്തില്ല, വെളിയിൽ നിന്നൊരു പട്ടി അകത്തോട്ടും വരത്തില്ല എന്നായിരുന്നു നമ്മുടെ വിശ്വാസം. ഇന്ന് രാവിലെ എവിടെ നിന്നാണെന്ന് എനിക്കറിഞ്ഞൂടാ, മതിൽ ചാടി ഒരു പട്ടി ഇതിനകത്തോട്ട് കയറി വന്ന് 3 പേരും കൂടെ അതിനെ പിടിച്ച് കടിച്ചൊന്നുമില്ല. അത് എങ്ങനെയോ പെട്ടെന്ന് രക്ഷപ്പെട്ട് വീണ്ടും മതിൽ ചാടി അങ്ങ് അപ്പുറത്തോട്ട് പോയി കേട്ടോ. എന്നാലും ഇവർ പേടിച്ചതല്ലേ, നമുക്ക് അറിഞ്ഞുകൂടാലോ എന്താ എങ്ങനെയാണെന്നുള്ളതൊന്നും. നമ്മളിവിടെ അങ്ങ് സ്ഥിരം കാണുന്ന പട്ടികളുടെ കൂട്ടത്തിലുള്ളതാണെന്ന് തോന്നുന്നു. എന്തുവായാലും ഓരോ ഇഞ്ചക്ഷനും എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവരതിനെ പിടിച്ചെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഞാൻ 3 പേരെയും കൊണ്ടുവന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലോണം പതപ്പിച്ച് കുളിപ്പിച്ച് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോയി. പപ്പിയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ കയറി പരിചയമേ ഇല്ല കേട്ടോ, എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബഹളം ഉണ്ടായിരുന്നു. പിങ്കു ആണെങ്കിൽ എങ്ങാണ്ട് ഉല്ലാസയാത്ര പോകാനാണെന്നും പറഞ്ഞുള്ള സന്തോഷത്തിലായിരുന്നു. ആ കാർ മൊത്തവും കിടന്ന് ചാടിത്തുള്ളി കളിക്കുക. ഒരുപാട് നാളായി മൃഗാശുപത്രിയൊക്കെ കണ്ടിട്ട്, കാരണം അനിയത്തി എല്ലാം ആയതുകൊണ്ട് വീട്ടിൽ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. എന്തുവായാലും ഭയങ്കര പാടായിരുന്നു 3 പേരെയും കൊണ്ട് വന്ന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. ഞാൻ എടുത്തുകൊണ്ട് നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന ടേബിളിൽ മാക്സിമം ഇവരെയൊക്കെ കൊണ്ടുപോകുമ്പം അത് കയറ്റാതിരിക്കുന്നത് നല്ല കേട്ടോ. കാരണം പല പല അസുഖങ്ങളായിട്ട് വരുന്ന ഡോഗ്സ് ഉണ്ടാവും. ഇവർക്കൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് വാക്സിൻ എടുത്തത് കേട്ടോ. ഞാൻ അവിടെ അങ്ങ് തറയിൽ ഒന്നും ചെയ്തിട്ടില്ല, കാരണം പെട്ടെന്ന് ഇവർക്ക് അസുഖങ്ങൾ. രാത്രി മൊത്തം അഴിച്ചു വിടുന്നുണ്ട്. ഞാൻ രാവിലെ റോക്കി അങ്ങ് കൂട്ടി കയറ്റും കേട്ടോ. എന്നിട്ടാണ് ഇവിടുമാരെ അഴിച്ചു വിടുന്നത്. അതുകൊണ്ട് റോക്കി അങ്ങ് രക്ഷപ്പെട്ടു. അങ്ങനെ 3 പേരും കൂടെ എനിക്കൊരു പണി തന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.